ഇന്ന് നമുക്ക് ഷെപ്പേർഡ്സ് പൈ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിൻ്റെ ഓഥൻറ്റിക് ആയിട്ടുള്ള റെസിപ്പി നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട്. ലിങ്ക് വേണ്ടവർ DM ചെയ്താൽ മതി. ഉരുളക്കിഴങ്ങ് 5-6 എടുത്തിട്ടുണ്ട്. അത് ക്യൂബുകളാക്കിയിട്ട് നന്നായിട്ട് പുഴുങ്ങിയെടുക്കുക. ഇതിലേക്ക് ബട്ടറും ഉപ്പും പാലും പിന്നെ ഒരു മുട്ടയുടെ ഉണ്ണിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കണം. കുരുമുളക് പൊടി വേണമെങ്കിൽ അതും ചേർക്കാവുന്നതാണ്. ഇനി ഒരു പാനിലേക്ക് ബട്ടർ ചൂടായി വരുമ്പോൾ മിൻസ്ഡ് വെളുത്തുള്ളിയും സവാള പൊടിയായിട്ട് അരിഞ്ഞതും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് മിൻസ്ഡ് ബീഫാണ് എടുക്കുന്നത്. ബീഫ് വേവണം. അതിലേക്ക് കുറച്ച് ചില്ലി ഇൻ ഗാർലിക് ഓയിലാണ്, അതും കൂടി ചേർത്ത് കൊടുത്തു. ഒരു ഇന്ത്യൻ ടച്ചിലാണ് ഞാൻ ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, പിന്നെ കുരുമുളക് പൊടി ഇത്രയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ബീഫ് സോസും കൂടെ ചേർക്കുന്നുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് സോയ സോസും ചേർക്കാം. ഒരു വലിയ ക്യാരറ്റ് പൊടിയായിട്ട് അരിഞ്ഞതും കുറച്ച് കെച്ചപ്പും പിന്നെ ഫ്രോസൺ ഗ്രീൻ പീസും കുറച്ച് ബ്രോക്കലിയും കൂടെ ചേർത്തിട്ട് അവസാനം കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഒരു പാത്രത്തിൽ ഇതിങ്ങനെ നിരത്തി കൊടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാഷ് പൊട്ടിച്ച് ഇതിന് മുകളിലായിട്ടൊന്ന് നിരത്തി കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ടൊരു ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ആക്കിയിട്ട് കുറച്ച് റോസ്മേരി പൊടിയായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മോസറല്ല ചീസും ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ടിട്ട് 180 ഡിഗ്രിയിൽ 30 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.